2025 ജനുവരിയിൽ നിങ്ങളൊരു സ്വർണം വാങ്ങിയിട്ട് 2026 ജനുവരി തന്നെ നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അതൊരു ഓർണമെന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 47% അതിൻ്റെ റിട്ടേൺ. അതൊരു ഗോൾഡ് കോയിൻ ആണെങ്കിലോ 68%. എന്നാൽ ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ 70%-ലധികമാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങിക്കുമ്പോൾ അതിന് നമ്മൾ മേക്കിംഗ് ചാർജ് കൊടുക്കണം, വേസ്റ്റേജ് ചാർജ് എക്സ്ട്രാ കൊടുക്കണം, അതും കഴിഞ്ഞ് ഗവൺമെന്റിന് ടാക്സും അടക്കണം. ഗോൾഡ് കോയിൻ ആണെങ്കിലോ അതിനും കൊടുക്കണം ടാക്സ്. ഇതെല്ലാം കഴിഞ്ഞ് ഇത് വീട്ടിലോ അല്ലെങ്കിൽ ബാങ്കിന്റെ ലോക്കറിലോ വെക്കുന്നതിനുള്ള ടെൻഷനും ഇതൊന്നുമില്ലാതെ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നതാണ് ഗോൾഡിന്റെ ETF അല്ലെങ്കിൽ ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ട്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ അനാവശ്യ ചെലവുകൾ ഒന്നുമില്ലാതെ നല്ല റിട്ടേൺ ഗോൾഡിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റുന്നത്. 1000 രൂപ തൊട്ട് പോലും നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വീഡിയോ കാണാം. ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുത്തോളൂ. ഈ ചാർജ് ഒന്നുമില്ലാതെ നമുക്ക് ഗോൾഡ് വാങ്ങിക്കാനും പറ്റും. ഇന്ന് 4 തരത്തിൽ നമുക്ക് ഗോൾഡ് വാങ്ങിക്കാം. ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ആയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ETF, അതും അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്.